എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരുപാട് നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ടൈം കിട്ടണില്ല. ജോലിയും എല്ലാ തിരക്കും കാരണം കൊണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നത്. അതല്ലാതെ മനഃപൂർവ്വം ഒഴിവായി അല്ലെങ്കിൽ നിർത്തിപ്പോയതല്ല. 2-3 കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറഞ്ഞത്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. എനിക്കൊന്ന് കണ്ണനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ആരെങ്കിലും കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. മീൻസ് ഞാൻ വിചാരിച്ചിട്ടുമില്ല ഇങ്ങനെ ആൾക്കാരത് ഇത്രയും പേരെങ്കിലും കാണുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ, അതായത് കൃഷ്ണൻ്റെ കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് പറയുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേരിട്ട് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളും, അതുപോലെ തന്നെ എന്താ പറയുക, ഭക്തി കൊണ്ട് തോന്നിപ്പോകുന്നതാണോ എന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതുപോലെ തന്നെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ മേലെ അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ അനുഭവം, ഞാൻ ഈ വീഡിയോസ് മുന്നിട്ടപ്പോൾ തന്നെ ചില കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ വളരെ നിസ്സാരമാണ് അവരുടെ മുന്നിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ചിട്ട് ബാക്കിയുള്ളവർ നല്ലത് പറയുമ്പോഴുള്ള, മീൻസ് അവരുടെയും കൂടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ, അതൊരുവിധം എല്ലാവർക്കും, കൃഷ്ണനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ കണ്ണനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും ആ ഒരു സന്തോഷം തന്നെയായിരിക്കും മേ ബി എൻ്റെ വീഡിയോ കാണുമ്പോഴും കിട്ടുന്നുണ്ടാവുക എന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഒരു സന്തോഷത്തിനും കൂടെ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചാനൽ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് കമൻറ്റുകളൊക്കെ ഇങ്ങനെ വേറെ അക്കൗണ്ടുകളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എന്തോരം അനുഗ്രഹങ്ങളല്ലേ അവർക്കൊക്കെ കിട്ടിയിരിക്കണത്. അതിൽ നമ്മൾ വെറും നിസ്സാരമാണ്, പക്ഷെ നമുക്ക് കിട്ടിയതും വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, നമുക്കും കണ്ണൻ്റെ ആ ഒരു അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു പ്രസൻസൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് സമയങ്ങളിൽ. അപ്പോൾ അതെന്തുകൊണ്ട് ഷെയർ ചെയ്തുകൂടാ? ഇങ്ങനെ ഒരുപാട് പേര് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇതൊന്നും വലിയ സംഭവങ്ങളല്ല എന്ന് തോന്നുന്നവർക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യങ്ങളാണ് കൃഷ്ണൻ്റെ ഓരോ ഇൻസിഡൻസും വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു ഗുരുവായൂർ പോയിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും എന്തെങ്കിലും ഒരു നിസ്സാരമായിരിക്കാം, പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും, ഒരു ചെറിയൊരു അനുഗ്രഹമെങ്കിലും അവിടെ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, സാധാരണത്തിൽ നിന്ന് വിപരീതമായിട്ട് എന്തെങ്കിലും. എനിക്കത് എപ്പോഴും തോന്നാറുണ്ട്. ഈ ഓരോ തവണ ഗുരുവായൂർ പോകുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അതായത് നമ്മൾ വിചാരിക്കും, ഇന്ന് പോകുമ്പോൾ എന്താണാവോ കണ്ണൻ എന്ത് കുസൃതിയാണാവോ ഒപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, എൻ്റെ കൂടെ പോണ സമയത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം മാതിരി ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അവസാനം എന്താ പറയുക, നല്ലൊരു രീതിയിലായിരിക്കും അത് എൻഡ് ചെയ്യുക എന്ന് പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു. സിമ്പിളായിട്ട് അങ്ങനെ പോവുക, ഗുരുവായൂർ പോവുക, സിമ്പിളായിട്ട് പോയി കണ്ടു തൊഴുതു വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ക്യൂ നിന്നാലും ആ ഒരു രീതിയല്ല ഉണ്ടാവുക, എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അതിലുണ്ടാവും എന്നുള്ളത് എപ്പോഴും പറയും. അത് ശരിയാണ് കേട്ടോ. എപ്പോൾ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ കുഞ്ഞൊരു പരീക്ഷണങ്ങളോ എന്തെങ്കിലും, അത് എനിക്കിഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇതെന്താ കൃഷ്ണ, മീൻസ് ഇന്നിങ്ങനെ പറ്റി, സിമ്പിളായിട്ട് അങ്ങോട്ട് പോയി തൊഴുതു വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാന്ന് പറയില്ലേ, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കെപ്പോഴും നല്ല രീതിയിൽ തന്നെ തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റാറുണ്ട്, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് അതിന് മുന്നിൽ ഉണ്ടാവും എന്ന് മാത്രം. അങ്ങനെ അപ്പോൾ അത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ടൊരാൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഇല്ലാതെ ആകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നില്ലേ, അയ്യോ എന്ത് പറ്റി എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഇല്ലാതെ വളരെ റെയറാണ്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇത് ഒരുവിധം എല്ലാവർക്കും വന്നിട്ടുള്ളതായിരിക്കും. ഞാൻ അങ്ങനെ കുറേ കണ്ടിട്ടുള്ളതിൽ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അതായത് നിസ്സാര ഒരു കാര്യമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുപ്പത്തിലൊക്കെ അമ്മയുടെ കൂടെ എല്ലാ മാസവും ഗുരുവായൂർ പോവുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. അമ്മ എല്ലാ മാസവും ഗുരുവായൂർ പോകാൻ ശ്രമിക്കാറുണ്ട്.
ഇപ്പോഴാണ് പിന്നെയും വയ്യ അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുന്ന സമയത്താണ് പോവാനായിട്ട്, എല്ലാ മാസത്തിലും പോവാനായിട്ട് പറ്റാത്തത്. എന്നാലും ആളെ കൊണ്ട് പറ്റണ രീതിയിൽ ആൾ എല്ലാ മാസവും എത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രി ഒക്കെ കഴിയുന്നവരെ ഈ പറഞ്ഞ മാതിരി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്റ്റലിലൊക്കെ ആയിരുന്ന സമയത്താണ് പോവാൻ പറ്റാതെ, എല്ലാ മാസത്തിലും പോകാൻ പറ്റായ്മ ഉണ്ടാവുള്ളൂ. എന്നാലും ഒരുവിധം മാക്സിമം എത്താൻ പറ്റുന്ന ടൈമിലൊക്കെ പോകാറുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ഞങ്ങൾ കുറേ ആയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് ഓരോരോ തടസ്സങ്ങൾ കാരണം മാറിപ്പോവുക. തടസ്സങ്ങൾ വേറൊന്നുമല്ല, എനിക്കവിടെ പോയിട്ട് താമസിച്ച് ജസ്റ്റ് രാവിലെ ഒന്ന് തൊഴുത് ഭക്ഷണം കഴിക്കണം എന്നുണ്ട്. അപ്പോൾ ജോലിയുടെ ടൈമിങ് അല്ലെങ്കിൽ എന്താ പറയുക, ലീവ് എടുക്കേണ്ട ആ ഒരു ലീവൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് മാറിപ്പോകുന്നതാണ്. പിന്നെ ഓരോ തിരക്കുകൾ വരുന്ന കാരണം കൊണ്ട് എന്തൊക്കെയോ കാര്യം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 1 പോയി, പിന്നെ ഇന്നേ വരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ജനുവരി 1 പോയിട്ട് ജനുവരി 26 ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു. അന്ന് പോകാനൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ അന്നും പോകാൻ പറ്റിയില്ല. അന്ന് പോകാൻ പറ്റാഞ്ഞത് വലിയൊരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ എല്ലാ പ്രാവശ്യവും അമ്പലത്തിലെത്തിയിട്ടാണ് കൃഷ്ണൻ പരീക്ഷിക്കാറ്. ഇത് അമ്പലത്തേക്ക് അടുപ്പിച്ചില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു, എന്താ കൃഷ്ണ എത്ര ദേഷ്യം ഉണ്ടായിരുന്നു, എത്ര വിരോധം ഉണ്ടായിരുന്നേന്ന്. ഇതുവരെ എല്ലാ ആനിവേഴ്സറിക്കും മാക്സിമം പോകാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഗുരുവായൂർ പോയിട്ട് തൊഴാറുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരു ഇതാണല്ലോ വെച്ചിട്ട്, കല്യാണം നമ്മുടെ അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് വിഷമം എന്നല്ല, എന്നാലും ചെറിയൊരു ഇതുണ്ടായിരുന്നു, അയ്യോ അവിടെ വേണമായിരുന്നു എന്നുള്ള മാതിരി. പക്ഷേ ഇങ്ങനെ നമ്മുടെ പാരൻസൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ വേറെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് കഴിഞ്ഞത്. അതിലെനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ എന്നാലും ഉണ്ടാവുമല്ലോ, രണ്ടും ഒരേ തട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഇതുണ്ടാവില്ല, നമുക്ക് അച്ഛനെയാണോ അമ്മേനാണോ ഇഷ്ടം എന്ന് ചോദിച്ച ഒരു ഫീലാണ് ഉണ്ടാവണത് കേട്ടോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഗുരുവായൂർ പോയി തൊഴാം എന്നുള്ളത് മുന്നേ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ പ്രാവശ്യവും എത്താനും പറ്റിയിട്ടുണ്ട്. ചെറിയ കുട്ടി അമ്പലത്തിൽ കയറാൻ പറ്റാത്ത ആ സമയത്ത് മാത്രമാണ് പോകാൻ പറ്റാഞ്ഞിട്ടുള്ളൂ. അതായത് അമ്പലത്തിൽ കയറാൻ കുട്ടിക്ക് 6 മാസം കഴിഞ്ഞ് ചോറൂണ് കഴിഞ്ഞിട്ടല്ലേ കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ആ ഒരു ടൈമിൽ മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ പോകാൻ പറ്റാതിരുന്നിട്ടുള്ളൂ, നാട്ടിലില്ലാത്ത സമയത്തൊക്കെ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് ജനുവരി 26 കഴിഞ്ഞ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഫുൾ പ്ലാൻഡായിട്ട് അമ്പലത്തേക്ക് പോവുക. തലേ ദിവസം പോയിട്ട് പിറ്റേ ദിവസം തൊഴുത് അങ്ങനെ വരണ രീതിയിൽ ശനി ഞായറൊക്കെ ആയിട്ട് ലീവൊക്കെ അല്ലേ 26 എന്ന് പറയുമ്പോൾ, അങ്ങനെയൊക്കെ വിചാരിച്ച് എല്ലാം പ്ലാൻ ചെയ്ത് പോയി പകുതി തൃശ്ശൂർ കിടക്കാൻ പറ്റിയില്ല. തൃശ്ശൂർ എത്തുമ്പോഴത്തേനും നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. പിന്നെ നമ്മൾ സ്വന്തം വണ്ടിയിൽ പോകുന്ന ഒരു സുഖം വേറെ ഇപ്പോൾ നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ. അതായത് കുട്ടിയുള്ളത് കൊണ്ടേ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തിരിച്ച് വരാനാണെങ്കിലും അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിലും നമുക്ക് ടെൻഷനാവും. അതായത് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് വണ്ടി ബസ് എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചിട്ട് വരണ്ടേ എന്നൊക്കെ ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടല്ല തീരെ. മോനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അത് കാരണം എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ആ ഒരു യാത്ര ക്യാൻസൽ ചെയ്തിട്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും പോവാം എന്ന് പറഞ്ഞു. പക്ഷേ ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആയി. ഇപ്പോൾ ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. ഓരോ പ്രാവശ്യം പോവാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു രീതിയിൽ അത് തടസ്സം മാതിരി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്താ പറ്റിയ കൃഷ്ണ ഇങ്ങനെ ഒരു തടസ്സം വരണത്, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിലോ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാണോ എന്ന് വിചാരിക്കും. പിന്നെയും ഞാൻ വിചാരിക്കും ആള് എപ്പോഴും പരീക്ഷണമാണ്. അങ്ങനെ നിസ്സാരമായിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലമൊന്നുമല്ല. പക്ഷെ ഇന്നവരെ ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എപ്പോഴും ഞാനിങ്ങനെ പറയണത് എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണൻ അങ്ങനെ തൊഴാൻ സമ്മതിക്കും, അങ്ങനെ ഒരു രീതിയിലാണല്ലോ. അപ്പോൾ കൃഷ്ണൻ വിചാരിച്ചിട്ടുണ്ടാവും ശരിയാക്കി തരാം, ഇപ്പോൾ ശരിയാക്കി തരാം. നമ്മൾ പറയില്ലേ കുഞ്ഞു കുട്ടികൾ എങ്ങനെ ഉണ്ടാവുക, നന്നായിട്ട് കുറേ ഇങ്ങനെ വികൃതി കാണിക്കുക, വാശി പിടിക്കുക, ആ ഒരു രീതിയിലല്ലേ. അപ്പോൾ എന്തോ കൃഷ്ണൻ്റെ ഒരു വികൃതിയാന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിചാരിക്കണേ കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും, തൊഴാൻ പറ്റും, നന്നായിട്ട് തൊഴാൻ തന്നെ പറ്റണം. എനിക്ക് മെയിനായിട്ട് ഇതാണ്. അവിടുന്ന് കൃഷ്ണൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കുറേ ആയി. കല്യാണത്തിന് മുന്നേ എന്തോ കഴിച്ചിട്ടുള്ളത്, അതും എനിക്ക് എപ്പോഴാന്ന് പോലും ഓർമ്മയില്ല. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഈ 5 വർഷത്തിന് മുൻപാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തോരം ഗ്യാപ്പ് വന്നു നോക്കണം കേട്ടോ. തൊഴാൻ പോകാറുണ്ട്, ഒരുവിധം എല്ലാ ടൈമിലും തൊഴാൻ പോകാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. അപ്പോൾ ആ വാശി കാരണമാണ് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റാത്തത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അത് രണ്ടും ആവുമല്ലോ, കണ്ണനെ തൊഴും ചെയ്യാം, അവിടുത്തെ ഭക്ഷണം കഴിക്കലും ആവാം.
സമാധാനത്തോടെ എനിക്കിങ്ങനെ ഓടിപ്പോയി ഓടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിങ്ങനെ എന്താ പറയുക, പീസ്ഫുള്ളി നമുക്കങ്ങനെ ഒരുപാട് ടൈം അവിടെ ഇങ്ങനെ ഇരിക്കുക, സ്പെൻഡ് ചെയ്യുക, നമുക്കൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ കണ്ണൻ്റെ അടുത്തിരിക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു സമാധാനം വേറെ എവിടെയും കിട്ടാറില്ല കേട്ടോ. അതിപ്പോൾ ഏതമ്പലത്തിൽ പോയാലും അങ്ങനെ തന്നെ നമ്മളിങ്ങനെ ഹറിബറി ആയിട്ട് ഓടി വരിക, അങ്ങനെ എന്തോ ഒരു വഴിപാട് തീർക്കണ മാതിരി ചെയ്യില്ലേ, അതെനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സമാധാനത്തോടെ നമ്മളൊന്നും ചിന്തിക്കാതെ, അയ്യോ ബസ് പോവും അല്ലെങ്കിൽ വണ്ടി പോവും, അയ്യോ ഈ സമയത്തേക്ക് അവിടെ എത്തണ്ടേ, ഇന്ന ജോലി തീർക്കണ്ടേ, അങ്ങനെയൊന്നും വിചാരിക്കാതെ കുറച്ച് ടൈം നമുക്ക് അവിടെ ആ മനസ്സ് സമർപ്പിച്ചിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ, അതിന് പരം ഒരു ഭാഗ്യം വേറെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സമർപ്പിക്കാനും പറ്റണമല്ലോ. ചിലവർക്ക് ഉണ്ടാവുമല്ലോ, എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്താലും ഒന്നിലും ശ്രദ്ധ കിട്ടാതെ, നമ്മളിപ്പോൾ അമ്പലത്തിലാണെങ്കിൽ കൂടെ നമുക്ക് അയ്യോ വീട്ടിലെന്തായിന്നാവോ, അവിടെ എന്തായിന്നാവോ, അങ്ങനത്തെ ഒരു ചിന്തകൾ വരുമല്ലോ. പക്ഷെ എനിക്ക് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഓടിപ്പോയിട്ട് ഓടി വരിക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞത്. അത് കാരണം കൊണ്ട് തന്നെ അങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട, ആ യാത്ര ഞാൻ മാക്സിമം ക്യാൻസൽ ചെയ്യാനാണ് നോക്കുക. ഒന്ന് സമാധാനപരമായിട്ട്, അതായത് നമുക്കൊരു 2 ദിവസമൊക്കെ ലീവ് ഉണ്ട്, ഇപ്പോൾ ശനി ഞായറൊക്കെ ലീവാണ്, അങ്ങനെ ഒരു രീതിയിൽ പോയിട്ട് നമ്മുടെ എന്താ പറയുക തൊഴലും കണ്ണനോട് കുറച്ച് വർത്തമാനം പറയലൊക്കെ കഴിഞ്ഞിട്ട് വരിക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആക്ച്വലി ഇതൊന്നുമല്ല, എനിക്ക് കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായൊരു അനുഭവമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു 1.5 2x ഇട്ട് കേൾക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ മീൻസ് കണ്ണനെ കുറിച്ച് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ മാക്സിമം അങ്ങനെ എന്താ പറയുക വലിച്ചു നീട്ടുക അങ്ങനെയല്ല. ഓൾറെഡി എൻ്റെ ടോക്ക് ഇങ്ങനെയാണ്, സംസാരം ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് പോവാറുള്ളത്. പക്ഷേ കൃഷ്ണനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനൊരു അറ്റവും വാല്യൂ ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെങ്കിലും കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്തുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു അതിലത്തെ ഒരു ചെറിയ കാര്യം മാത്രം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിലൊക്കെ സ്ഥിരം നമ്മുടെ കൂടെ ഗുരുവായൂർ പോകാറുണ്ട്. അപ്പോൾ കണ്ണനെ കാണാൻ ഈ പറഞ്ഞ മാതിരി അന്ന് തൊട്ടേ ഭയങ്കര കൗതുകമാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് പിന്നെ പ്രത്യേകിച്ച് പായസം, പഴം ഒക്കെ അവിടെ നിന്ന് പഞ്ചസാര അവിടെയൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കുമല്ലോ. കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോഴും താല്പര്യം തന്നെ. പക്ഷേ എനിക്ക് പൊതുവെ പായസത്തിനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ല. അത് പൊതുവെ മധുരം വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്നിരുന്നാലും അന്ന് എന്തോ ഞാൻ വിചാരിച്ചു എനിക്കിന്ന് പായസം കുടിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അമ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ അവിടെ ഇരിക്കും. നമ്മൾ മുന്നേ കൗണ്ടർ ഉള്ളിലല്ലേ ഉണ്ടായിരുന്നത്, ഇപ്പോഴല്ലേ പുറത്തേക്കാക്കിയത്. മുന്നത്തെ കൗണ്ടർ ഉള്ളിൽ, അപ്പോൾ ആ മുമ്പിൽ തന്നെ കുറേ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തൂണിൻ്റെ അവിടെ പോയിരിക്കും. അമ്പലത്തിൻ്റെ താഴത്തേക്കല്ല കേട്ടോ, ആ കൗണ്ടറിൻ്റെ ചേർന്ന് തന്നെ ഉണ്ടല്ലോ, അവിടെ ഇരിക്കും. എന്നിട്ട് കുറച്ച് പായസവും പഴവും പഞ്ചസാരയും ഒക്കെ ഒന്ന് കുഞ്ഞു തിരിച്ച് വായിൽ വെക്കും. അവിടെ നിന്ന് തന്നെ പ്രസാദം അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോവുക എന്നുള്ളൊരിത്. അത് എന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്കറിയില്ല, അമ്മ അങ്ങനെ ചെയ്യണു, അപ്പോൾ നമ്മളങ്ങനെ ചെയ്യും, അത്ര തന്നെ. ഇപ്പോഴൊന്നും അങ്ങനെയല്ല കേട്ടോ, ഇപ്പം നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് തന്നെ കഴിക്കാറ്. പക്ഷെ അമ്മ അങ്ങനെയാണ്, അവിടെ ഇരുന്നിട്ട് തന്നെ പ്രസാദം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ പോയ സമയത്ത് പായസം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അന്ന് ഞാൻ എന്തോ മനസ്സിൽ വിചാരിച്ചു പായസം കുടിക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. അത്ര തന്നെ, പായസം ഒരുപാട് കുടിക്കില്ല, എന്നാലും ഇന്ന് പായസം കുടിക്കണമല്ലോ എന്ന് വിചാരിച്ചു. അത്ര തന്നെ. അന്ന് കറക്റ്റായിട്ട് നമ്മൾ തൊഴുത് ഇറങ്ങിയ ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പായസമൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ തിരുമുടിമാല മാത്രമേ ഉള്ളൂ. പായസവും പഴവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നിവേദ്യം വെച്ചതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ, അതായത് നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതാവുമ്പോഴൊരു വിഷമമുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധാരണ ദിവസങ്ങളിലൊന്നും അങ്ങനെ ആഗ്രഹങ്ങളൊന്നും വരാറില്ല. പക്ഷെ അന്ന് കറക്റ്റായിട്ട് എനിക്ക് കിട്ടായിരുന്നു അല്ലെങ്കിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇല്ല എന്ന് പറയുമ്പോഴുള്ള ഒരു വിഷമമുണ്ടല്ലോ, അത് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ നല്ല വിഷമമായി. എനിക്കിങ്ങനെ കരച്ചിലൊക്കെ വരാൻ തുടങ്ങി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ. അയ്യോ എന്നാലും അത് കഴിഞ്ഞു പോയില്ലോ, തീർന്നല്ലോ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ മുമ്പിൽ നിൽക്കുക, നമ്മളെ ഭണ്ഡാരത്തിൻ്റെ അവിടെ നിൽക്കുക. അപ്പം അമ്മ എന്തോ കാര്യത്തിന് അപ്പുറത്ത് പോയിട്ട് എന്തോ കൈ കഴുകാനോ എന്തിനോട്ട് ആ അന്ന് സൈഡിൽ പൈപ്പുണ്ട്. വളരെ പണ്ടാട്ടോ ഞാൻ പറയണേ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തെ കാര്യമാണ്. അപ്പോൾ അവിടെ കൈ കഴുകാനും എന്തിനോ പോയപ്പോൾ ഞാനും എൻ്റെ അനിയനോ തോന്നുന്നു ആരോ ഉണ്ട് കൂടെ ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞവരങ്ങനെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുമ്പോണ്ട് ഒരു അമ്മൂമ്മ വന്നിട്ട് ഇങ്ങനെ പായസം അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ പായസം ഉണ്ട്. അപ്പോൾ അവർ ഇതിങ്ങനെ അവിടെ കൊടുത്തിട്ടാണ് പോവാറ് അങ്ങനെ എന്തോ പറഞ്ഞു. അവിടെ ഉള്ളവർക്ക് കൊടുത്തിട്ട് പോവുക ചെയ്യുക, വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരുടെ കൂടെ വേറെ ആരും ഇല്ല കേട്ടോ, അവർ മാത്രമേ ഉള്ളൂ, ആ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ.
അങ്ങനെ കൊടുന്ന് തന്നു പായസം. അത്യാവശ്യം വേണ്ടോളം കുടിച്ചു. ചെറിയ കുട്ടിയാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പൊതുവേ അങ്ങനെ പായസം കുടിക്കാൻ അങ്ങനെ പൊതുവെ മധുരങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ അന്നത്തെ ദിവസം അത് വിചാരിച്ചത് കൊണ്ട് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത്യാവശ്യം എനിക്ക് മതിയാവുന്ന രീതിയിൽ പായസം എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴും വിചാരിക്കണത് അത് മേ ബി ഒരു സാധാരണ ഒരാൾ തന്നെ ആയിരിക്കാം. അവർ മേ ബി പായസം ഓൾറെഡി അവിടെ കഴിഞ്ഞല്ലോ, അപ്പോൾ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അങ്ങനെ പ്രസാദം വിതരണം ചെയ്യാൻ വെച്ചിട്ട് കൊടുത്തതും ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അതെന്തോ ഒരു എന്താ പറയുക, കൃഷ്ണൻ കൊടുത്തു വിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നവർക്കും വിചാരിക്കും ഇതിപ്പോൾ എന്താ നോർമലി അവിടെ പായസം കഴിഞ്ഞു അല്ലെങ്കിൽ എന്താ പറയുക ടോക്കൺ കഴിഞ്ഞത് കൊണ്ട് കൊടുത്തതായിരിക്കാം എന്ന് തന്നെയല്ലേ. പക്ഷെ നമുക്ക് ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മളത് ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അനുഭവിച്ചറിയാൻ എന്താ പറയുക, അനുഭവിച്ചിട്ട് തന്നെ അറിയേണ്ടതാണ്, പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ഇനിയൊരു ഓപ്ഷൻ ഇല്ല, ഇനിയൊരു മീൻസ് ഇനി പായസം കിട്ടില്ല, ഇനി നമ്മൾ അടുത്ത മാസം വരുമ്പോൾ വാങ്ങിയ അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പോൾ പായസം എന്ന് പറയുന്നത് പായസത്തിനല്ല കേട്ടോ പ്രാധാന്യം, അത് കൃഷ്ണൻ്റെ പ്രസാദമാണല്ലോ, കണ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ. അത് നമ്മൾക്ക് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൊടന്നു തരാൻ വേണ്ടിയിട്ട് ഒരാളേനെ കൃഷ്ണൻ തന്നെ പറഞ്ഞയച്ചു എന്നൊക്കെയാണ് എനിക്ക് ഫീലായത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത്. പിന്നെ ആളുടെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അമ്മമ്മയുടെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു അമ്മമ്മയായിരുന്നു, നല്ലൊരു ഐശ്വര്യമുള്ള ഒരു അമ്മമ്മ തന്നെയായിരുന്നു. ആളുടെ കൂടെ വേറെ ആരെയും കണ്ടുമില്ല, ആളൊറ്റയ്ക്ക് ഉള്ള മാതിരി തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം ഇതേപോലെ തന്നെ പിന്നൊരു വട്ടം ഇതുപോലെ പായസം വിചാരിച്ചപ്പോൾ തന്നെ ഈ ടോക്കൺ ഇല്ലേ, നമ്മൾ പായസത്തിന് റെസിപ്റ്റ് ആക്കിയത്, ആ റെസിപ്റ്റ് ആക്കിയത് കൊടന്ന് കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട് ഒരാൾ. ഇത് പറഞ്ഞ മാതിരി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് ആക്കാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ടോക്കൺ കൊടുക്കില്ല. ആ ഒരു ടോക്കൺ അത്രയും ഇറക്കിയിട്ടുള്ള കൊടുത്തിട്ടുള്ള ടോക്കൺസിന് മാത്രമേ പ്രസാദം കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ, നമ്മളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ലേറ്റൊക്കെ ആവും. അപ്പോൾ തൊഴുതിറങ്ങുമ്പോഴും നല്ലോണം ലേറ്റ് ആവും. അപ്പോൾ ആ ഒരു ടൈം കഴിയുമ്പോൾ പ്രസാദത്തിൻ്റെ കൗണ്ടറൊക്കെ അടയ്ക്കുമല്ലോ. അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ റെസിപ്റ്റ് കൊടുന്ന് കയ്യിൽ തന്നിട്ടുണ്ട്. അവർ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ പ്രസാദം വാങ്ങാറില്ല, ഭഗവാന് കഴിപ്പിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് റെസിപ്റ്റ് ആക്കുന്നത്. അതായത് അവരുടെ കൺസെപ്റ്റിൽ ഭഗവാന്റെ പ്രസാദമാണല്ലോ, അപ്പോൾ നമ്മൾ റെസിപ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പങ്ക് ഭഗവാനെ നേദിച്ചു എന്നുള്ളൊരു രീതിയാണ് ആണത്രേ, അങ്ങനെയാണ് അവരന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് അത്രേ വേണ്ടൂ, അവരങ്ങനെ പ്രസാദം കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇവിടെയുള്ള ആർക്കെങ്കിലും അങ്ങനെ മീൻസ് ആരും ഇല്ലാത്ത ആർക്കെങ്കിലും അങ്ങനെ കൊടുത്തിട്ട് പോവും, വാങ്ങിയിട്ട് പ്രസാദം വാങ്ങിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു അന്നത്തെ സമയത്ത് അവിടെ ഒരു ഇങ്ങനെ കൗണ്ടർ ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ പ്രസാദം വാങ്ങണ്ട, നമ്മൾ റെസിപ്റ്റ് ആക്കിയിട്ടേ ഉള്ളൂ, നമുക്ക് വേണ്ട പ്രസാദം വേണ്ടെങ്കിൽ ആ കൗണ്ടറിൽ ഇടാം, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു സംതിങ്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു സംഭവം. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇടാന്ന് വെച്ചു. പിന്നെ ഇപ്പം നിങ്ങളെ കണ്ടപ്പോൾ തരണം എന്ന് തോന്നി, ആ ഒരു രീതിയിൽ അങ്ങനെ കൊടന്ന് തരിക ചെയ്തത്. അത് നമ്മളങ്ങനെ അയ്യോ പായസം കിട്ടിയില്ലല്ലോ പറഞ്ഞ് നോക്കി നടക്കുമെന്നല്ല, എന്തോ ഓരോ സമയത്തും ഓരോരുത്തർക്ക് തോന്നുമല്ലോ, നമുക്കെന്താ പറയുക, ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ള മാതിരി അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഈ പായസം അല്ലെങ്കിൽ പ്രസാദം റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം എന്താ പറയുക, അമ്മയ്ക്ക് കിട്ടാതെ പോയിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു പ്രസാദം കിട്ടാതെ പോയിട്ടുണ്ട്. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം കേട്ടോ. അത് പക്ഷേ അതാണ് ഓരോരുത്തരും മനസ്സിൽ എത്രത്തോളം ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് തോന്നിയിരിക്കുന്നത്. നമുക്ക് മനസ്സിൽ അവിടെ വന്നതല്ലേ, എന്നാൽ ശരി എന്തായാലും വന്നു, എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് പോവാം, ഈ ഒരു ടോൺ അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾക്കെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കാൻ യോഗം ഉണ്ടാവില്ല. അതങ്ങനെയാണ്, അത് കൃഷ്ണനെ അറിയാലോ എല്ലാം, നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് നിൽക്കണമെന്നുള്ളത്. ഇനിയിപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മളിതുവരെ എത്തി, എന്നാൽ ഇനി തൊഴുതിട്ട് പോവാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴാൻ പറ്റില്ല. അതത്രേ ഉള്ളൂ. ആൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തും സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ആളിപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഇനി ഇന്ന് എന്തായാലും തൊഴാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പക്ഷേ കൃഷ്ണ വിചാരിക്കുകയാണ് മീൻസ് ആ കുട്ടിക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ കാണണം എന്നാണ് കൃഷ്ണ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. അത് എനിക്ക് ഒരുപാട് ഈ കണ്ണനെ കാണേണ്ട കാര്യത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് എനിക്ക് തോന്നുന്നു മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കൃഷ്ണനെ ഇന്ന് ഇനി കാണാൻ പറ്റില്ല, അത്രയും തിരക്കാണ്, അത്രയും വരിയാണ്, നമുക്കങ്ങനെ നിന്ന് കയറാനുള്ള സമയമില്ല, അപ്പോഴേക്കും നടടയ്ക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന സമയത്ത് വരെ കൃഷ്ണൻ ഇങ്ങോട്ട് കാണാൻ വന്നിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
അതായത് ശീവേലിക്ക് ആനപ്പുറത്ത് കയറി എഴുന്നള്ളി വരണ അതൊന്നും എനിക്കറിയില്ല. ആ ടൈമിൽ നമുക്കറിയില്ല. ഇപ്പോൾ ഉച്ച ശീവേലി അതെന്തോ പ്രത്യേക ദിവസങ്ങളായിരുന്നു തോന്നുന്നു. ഉച്ചയ്ക്ക് ശീവേലി ഉള്ള കാര്യമൊന്നും അറിയില്ല, രാത്രി ശീവേലിത്തെ കാര്യമൊന്നും അറിയില്ല. നമ്മൾ സാധാരണ നമ്മുടെ കൂടെ പോകുമ്പോൾ രാവിലെ ബസ്സിൽ പോണു, രാത്രി ഉച്ചയാകുമ്പോഴത്തേനും തിരിച്ചെത്തണു, ഉച്ചയാകുമ്പോഴത്തേനും അമ്മയ്ക്ക് തിരിച്ചെത്തിയിട്ട് വേണം, അന്ന് പശുവും പാല് കറവൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഓടിപ്പോണു ഓടി വരണു, ഭയങ്കര ഹറിബറി ആയിട്ടാണ് പോവുക ആ സമയത്തൊക്കെ. അപ്പം നമുക്ക് അവിടുത്തെ പ്രധാന വിശേഷങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ഇന്നത്തെ ദിവസം എന്താണ് പൂജ, പ്രത്യേക പൂജകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ആ സമയത്ത് അറിയില്ല കേട്ടോ. ഇപ്പോഴാണ് പിന്നെയും നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഓരോ ചടങ്ങുകൾ, കൃഷ്ണൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണത്, അറിയണത്. അന്ന് എന്താ ഗുരുവായൂർ പോണു, തൊഴുന്നു, വരുന്നു. ഭക്തി ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ഭക്തിക്ക് പുറമെ അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് കണ്ണൻ്റെ ഇങ്ങനെ എഴുന്നള്ളിപ്പ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം മനസ്സിലുണ്ടാവുന്ന ഒരു എന്താ പറയുക അതിനെ എനിക്കറിയില്ല, അത് അനുഭവിച്ച് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അതൊക്കെ ഞാൻ മുന്നത്തേൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ നല്ല മനസ്സോടെ എന്ത് വിചാരിച്ചാലും അത് നമുക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ ഒരിക്കലും അത് തട്ടിക്കളയില്ല, അത് ഉറപ്പാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം, അല്ലാതെ എനിക്കത് വേണം അതുകൊണ്ട് ഞാൻ കൃഷ്ണനെ കുറച്ച് കാലം ഭജിക്കാം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് കൃഷ്ണനോടുള്ള ഭക്തിക്ക് ഒരു ലിമിറ്റില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആളെനെ ആശ്രയിക്കുന്നത് എന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാവും. കണ്ണൻ എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഉണ്ടാവും. അതല്ലാതെ നമുക്ക് കുറച്ച് കാലം ആളെ ഭജിച്ചു, ഇനി കുറച്ച് കാലം ഇങ്ങനെ ഭജിക്കാം എന്ന് വിചാരിച്ചിട്ടല്ല വേണ്ടത്. നമുക്ക് മനസ്സിൽ ഒരാളോടൊരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മളൊന്നും പ്രതിഫലം ഇച്ഛിക്കാതെ ആളെനെ ഭജിക്കുക അല്ലെങ്കിൽ ആളെനെ ആരാധിക്കുക എന്നുള്ളതാണല്ലോ. എപ്പോൾ നമ്മളതിൽ ഒരു എന്താ പറയുക പ്രതിഫലം ആഗ്രഹിക്കുന്നോ അപ്പോൾ ആ ഒരു ഇഷ്ടത്തിനുള്ള വാല്യൂ അവിടെ പോയി കഴിഞ്ഞു കൊടുത്ത കാര്യം. പിന്നെ അത് ഒരിക്കലും അതൊരു ഇഷ്ടമോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സമർപ്പണമോ അല്ല. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അവരേനെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അവരേനെ എന്താ പറയുക നല്ല രീതിയിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ കാണിക്കുക, അത്ര പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ദൈവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മനുഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിലും അത്രേ ഉള്ളൂ. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും ഇഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ അവരേനെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക അവരേനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത് അവരുടെ അടുത്ത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്കൊരാളോടെ അടുത്ത് ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം, അത് മനുഷ്യന്മാരുടെ അടുത്താണെങ്കിലും ദൈവങ്ങളുടെ അടുത്താണെങ്കിലും ഞാൻ പറയാൻ കാരണം രണ്ടും ഒരുപോലെ തന്നെയാണ്. നമ്മളൊരു ദൈവത്തിനെ ആരാധിക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് ആരാധിക്കുക, അല്ലെങ്കിൽ ഇന്ന ആളെ ഇപ്പോൾ ഗണപതിനെ വിചാരിച്ച് ഗണപതിനെ ഭജിച്ച് കഴിഞ്ഞു വെച്ചാൽ വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഗണപതിനെ ഞാൻ ഭജിക്കാൻ പോവാണ്, അങ്ങനെയല്ല വേണ്ടത്. എല്ലാവരും ഒരുപോലെ, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി, അത്രേ ഉള്ളൂ. പ്രതിഫലം ഇച്ഛിക്കാതെ ആ ഭക്തിയിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയുക നല്ല അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കണേ കേട്ടോ. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അതല്ലാതെ ഒരു അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ഈ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഇന്ന വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് കിട്ടുമെന്നൊന്നും പറയുന്നതിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് ആ വഴിപാട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കേട്ടത് കൊണ്ട് മാത്രമല്ല, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമല്ല, നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ ഒരു ആഗ്രഹമുണ്ട്, ആ ഒരു ഭക്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യില്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ ഞാൻ പറയുന്നത്? എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു കൺസെപ്റ്റുകളാണ് കേട്ടോ, എൻ്റെ തോട്ട്സ് അല്ലെങ്കിൽ എൻ്റെ കൺസെപ്റ്റ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിൽ എന്തോരം തെറ്റുണ്ടോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള ഫീല് അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിസ്സാര ഒരു കാര്യമാണ്, പക്ഷേ നിസ്സാര ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്, പക്ഷേ എനിക്കത് എത്രത്തോളം വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മസംതൃപ്തി അതിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇതിനും വലിയ 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 അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അത് കാണുന്നതിൽ പരം എന്താ പറയുക സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഓരോ വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അയ്യോ ഇത്രയും അത് നമ്മളൊന്നുമല്ല എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് നമുക്കൊരു അഹങ്കാരം വരുമല്ലോ, കൃഷ്ണൻ ഇങ്ങനെയൊക്കെ, അയ്യോ എന്നോട് എന്തൊരു ഇതാണ്, കൃഷ്ണൻ ഞാനാണ് ഏറ്റവും വലുതെന്നൊക്കെ തോന്നും. അത് എല്ലാ ഭക്തന്മാർക്കും തോന്നുമായിരിക്കാം, പ്യുവറായിട്ടുള്ളവർക്കും തോന്നുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷേ ചിലപ്പോൾ ചില അഹന്തകളൊക്കെ വരുമല്ലോ മനസ്സിലേക്ക്, എനിക്ക് വരാറുണ്ട് കേട്ടോ.
എനിക്കിങ്ങനെ ഓരോ ഇങ്ങനെ ഇൻസിഡൻസ് വരുമ്പോൾ ഞാൻ വിചാരിക്കും, ഓ എൻ്റെ കൃഷ്ണന് എന്നോട് അത്രയും കെയറിങ് അല്ലെങ്കിൽ എന്നോട് അത്രയും അടുപ്പുള്ളത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ ഓരോ പരീക്ഷണങ്ങളാണെങ്കിൽ കൂടെ അതിലൊരു റിസൾട്ട് കാണിച്ചു തരണത് എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ, നമ്മളേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളവരെ കാണുമ്പോഴാണ് നമ്മുടെ ഒരു അഹങ്കാരം ഒന്ന് കുറയുന്നത്. അത് നല്ലതാണല്ലോ, അഹങ്കാരം കുറയുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കുക.